74ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ മൈമ് നടക്കുന്ന വേദിയിലാണ്. ഇന്ന് ഇവിടെ പല വിധത്തിലുള്ള വിഷയങ്ങൾ, അതായത് ഭീകരാക്രമണങ്ങളും മറ്റ് കുറുവാ സംഘങ്ങളുടെ ആക്രമണങ്ങളും മുതൽ സാമൂഹിക രാഷ്ട്രീയ പ്രസക്തിയുള്ള വിവിധ വിഷയങ്ങളിൽ മൈമ് കണ്ടു. അതിൽ വ്യത്യസ്തമായി തോന്നിയ ഒരു മൈമ് നമ്മുടെ നാട്ടിൽ പട്ടിയെയും പൂച്ചയെയും പോലും എന്താണ് പറയുക, തീപിടുത്തത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന നമ്മുടെ ഫയർമാനെ കുറിച്ചുള്ള സ്റ്റോറി. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താണ് അവരിങ്ങനൊരു മൈമിലേക്ക് എത്താനുള്ള കാരണമെന്നും അവരെന്താണ് ഇതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന്. നന്നായിരുന്നു, കണ്ടു, നല്ല അടിപൊളി പെർഫോമൻസ്. എന്താണ് നിങ്ങൾ ശരിക്കും ഈ ഫയർമാനിന് ട്രിബ്യൂട്ട് ആണല്ലോ, എന്താണ് നിങ്ങൾ ശരിക്കും പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം? നമ്മൾ മനുഷ്യജീവന് മാത്രം നമ്മൾ വില കൊടുക്കാറുള്ളത്, പക്ഷെ മൃഗങ്ങൾക്കും അതിൻ്റെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ തീ പിടിച്ചപ്പം വീട്ടുകാരെ മാത്രം രക്ഷിച്ചിറങ്ങിയ ഫയർഫോഴ്സ് പിന്നീട് ഒരു പട്ടിയുടെ ശബ്ദം കേൾക്കുമ്പം സ്വന്തം ജീവൻ പോലും കളഞ്ഞ ആ പട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ടോപ്പിക്. ഇപ്പോൾ വളരെ സോഷ്യലി റെലവൻ്റ് ആയ ഒരു സാധനമാണ് അല്ലേ? നമുക്കറിയാം, നമുക്ക് എന്ത് അപകടം ഉണ്ടായാലും പെട്ടെന്ന് ഓടിയെത്തുന്ന ആൾക്കാരാണ് ഫയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനൊരു ട്രിബ്യൂട്ടാണ് നിങ്ങൾ കൊടുത്തത്. ഇതുപോലെ എന്തെങ്കിലും അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ മുന്നിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഞങ്ങളുടെ നീണ്ട പരിശ്രമത്തിനുള്ള പ്രതിഫലമായിട്ടാണ് ഞങ്ങളിവിടെ സ്റ്റേറ്റ് ലെവൽ വരെ എത്തിയത്. കുറേ കാലത്തെ പ്രാക്ടീസും എല്ലാം ഞങ്ങളെല്ലാവരും ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് വരണം എന്നുള്ളത്. അത് സാധിച്ചു. ഇനി ഇവരുടെ രണ്ടുപേരും ലാസ്റ്റ് ഇയർ ആണ്. ഞങ്ങൾ +1 ആണ്, ഇവരുടെ +2 ആണ്. അപ്പോൾ അടിച്ചു പൊളിച്ചു അല്ലേ? ഏതായാലും നല്ല പ്രതികരണങ്ങളൊക്കെ ആയി. ഈ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഇവരിത് പഠിപ്പിച്ച് തട്ടേ കയറ്റിയ അവരുടെ ആശാനെ കുറിച്ച് പറയാതെ പോകാൻ വയ്യ. അദ്ദേഹം ഞങ്ങളോട് കൂടിയുണ്ട്, സുരേഷ് വിശ്വനാഥ്. നമുക്ക് തന്നെ ചോദിക്കാം, എന്താണ് ഈ ഒരു മൈമിൻ്റെ തീം, അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും. ഞാനിപ്പോൾ ചെയ്തേക്കണ ഫയർമാൻ എന്നുള്ള തീമാണ്. ഫയർഫോഴ്സിലെ ഓഫീസേഴ്സിനെ പറ്റിയാണ് നമ്മൾ ചെയ്തേക്കണം. അപ്പോൾ അവർക്കൊരു ട്രിബ്യൂട്ട് ചെയ്തൊരു സാധനമാണ് ഞാൻ പ്ലാൻ ചെയ്ത്. അപ്പോൾ അത് അവരെല്ലാ തരം അത് മനുഷ്യന് മാത്രമല്ല, ഈ പറയുന്ന മൃഗങ്ങളായാലും എല്ലാത്തിനും അവർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആശയം എടുക്കണം തോന്നി. അപ്പോൾ അതങ്ങനെ ചെയ്തു. ഈ കൊല്ലം ഇതിപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ നാഷണൽ ലെവലിൽ ഇത് ഫസ്റ്റ് അടിച്ച് വന്ന വർക്കാണ്. അപ്പോൾ ഈ കൊല്ലം സ്കൂൾ കലോത്സവം നമ്മൾ ചെയ്തു, CBSE ചെയ്തു. CBSE നമുക്ക് ഇതിന് തന്നെയാണ് ഫസ്റ്റും സെക്കൻഡും കിട്ടിയത്. 2 സ്കൂളാണ് ചെയ്തത്. സ്റ്റേറ്റ് കലോത്സവം നമ്മൾ 2 സ്കൂൾ ചെയ്തു, പാലക്കാട് ഗുരുകുലം സ്കൂള്, പിന്നെ എറണാകുളത്ത് സെൻറ്റ് തെരേസ സ്കൂള്. 2 സ്കൂളിലും ചെയ്തിട്ടുണ്ടായി. 2 ടീമും ജില്ലയിൽ നിന്ന് പ്രൈസ് വാങ്ങിച്ച് സ്റ്റേറ്റിൽ വന്നിപ്പോൾ കളിച്ചിരിക്കുന്നത്. ഇതിലെന്തൊക്കെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഘടകങ്ങൾ വരുന്നത്? ഇപ്പോൾ കമ്പോസിങ് അല്ലെങ്കിൽ അതിൻ്റെ കൊറിയോഗ്രാഫിങ് അങ്ങനെ തന്നെയല്ലേ അതിന് പറയുന്നത്, നാടകം പോലെ തന്നെ. അപ്പോൾ മാസ്റ്റർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഇതിലേക്ക് വരുന്ന ഘടകങ്ങൾ? അതിലിപ്പോൾ നാടകം പോലെ തന്നെയാണത്. അതിൽ ഡയലോഗ് കട്ടാവുന്നുള്ളൂ. ഞാൻ കൂടുതലും മൈമിന് ആക്ടിങ്ങിന് ഭയങ്കര പ്രാധാന്യം കൊടുത്താണ് മൈം ചെയ്യുന്നത്. അപ്പോൾ ആക്ടിങ് കട്ടായ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കും അതാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ മ്യൂസിക്, അതിന് ആപ്റ്റായിട്ടുള്ള മ്യൂസിക് യൂസ് ചെയ്യാൻ നോക്കും, ആ ഇമോഷൻ പിടിക്കാനായിട്ട്. പിന്നെ പിള്ളേർക്ക് ആക്ടിങ് ശരിക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ള മെയിൻ കാര്യം.